നമ്മൾ ഒരു പ്രത്യേക ട്രെയിനിങ് സെഷനാണ്, 6 ദിവസം എന്ന് ഗണേഷ് നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഷീറ്റ്, ഇത് സമ്മറി ഓഫ് ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, ഉപദേശ രൂപങ്ങളുടെ ചുരുക്കമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇത് വേൾഡ് വൈഡ് ആയിട്ട് ഇവാഞ്ചലിക്കൽ റീഫോംഡ് ക്രിസ്ത്യൻസ് ഉപയോഗിക്കുന്ന വേദശാസ്ത്രമാണ്. ഇതാണ് നമ്മുടെ സഭയുടെ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അതായത് അവർ ചർച്ച് ഈസ് നോട്ട് എ സിംഗുലർ ചർച്ച് വിത്ത് എ യുണീക്ക് ഡോക്ട്രിൻ, അങ്ങനെയല്ല. വേൾഡ് വൈഡ് ആയിട്ട് കൺസർവേറ്റീവ് ഇവാഞ്ചലിക്കൽസ്, ലോകമെമ്പാടുമുള്ള ട്രഡീഷണൽ ബൈബിൾ ബിലീവിങ് ഇവാഞ്ചലിക്കൽസ് ഉപയോഗിക്കുന്ന റീഫോംഡ് ഡോക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നോട്ട്സാണിത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള അനേകം പ്രീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഓൺലൈൻ കാണാൻ പറ്റും. പോൾ വാഷറിനെ പോലുള്ളവർ, ജോൺ പൈപ്പറിനെ പോലുള്ളവർ, വെയിൻ ഗ്രൂഡം എഴുതിയ ആൾ, അതൊരു അനേകം ആൾക്കാരുണ്ട്, ജോൺ മക്കാർദർ. അവർ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അവർക്കിപ്പോൾ സ്നാനത്തിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളവരുണ്ട്. അതുപോലെ മറ്റേ കർത്താവിൻ്റെ വരവ് ട്രിബുലേഷന് മുമ്പാണോ ട്രിബുലേഷന് ശേഷമാണോ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിൽ വ്യത്യാസമുള്ളവരുണ്ട്. പക്ഷേ ബേസിക്കലി ഇത് ഡോക്ട്രിൻ അബൌട്ട് ഗോഡ്, ഡോക്ട്രിൻ അബൌട്ട് സാൽവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരേപോലെ ഉള്ള ആളുകളെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഇവാഞ്ചലിക്കൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൺസർവേറ്റീവ് ഇവാഞ്ചലിക്കലിസമാണ് ശരിക്കും റിഫോംഡ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗോഡ് സെൻട്രിക് ആയിട്ടുള്ളൊരു തിയോളജി, വേദശാസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സോവറിറ്റിയെ ബേസ് ചെയ്തുള്ള, ദൈവത്തിൻ്റെ കാഴ്ചയെ ബേസ് ചെയ്തുള്ള ഒരു ഉപദേശ രൂപമാണിത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ടൈറ്റിൽസ് എന്ന് പറയുന്നത്, ഇത് മുഴുവൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 7 ഭാഗമായിട്ട് ഇതിനെ വിഭജിച്ചിട്ടുണ്ട്. നമുക്ക് 6 ദിവസമേ ഉള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 7 ആയിട്ട് ഇതിനെ വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത് ഡോക്ട്രിൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ബൈബിളിനെ കുറിച്ചുള്ള പഠനമാണ്. രണ്ടാമത് ദൈവം ആര്, ദൈവത്തിൻ്റെ സ്വഭാവം, തൃത്വം. നമുക്കിതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. ദൈവത്തിൻ്റെ പ്രൊവിഡൻസിനെ കുറിച്ച്, പിന്നെ ഏഞ്ചൽസ്, സേറ്റൻ, ഡിമൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം. അതിനെയാണ് നമ്മൾ പ്രോപ്പർ തിയോളജി എന്ന് പറയുന്നത്. ദൈവം ആരാണ്, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ദൈവം ആരാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്, ഈ ലോകത്തിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഗോഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ പാർട്ട് ഡോക്ട്രിൻ ഓഫ് മാൻ, മനുഷ്യൻ എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്, മനുഷ്യൻ്റെ ഘടന, സ്ത്രീയും പുരുഷനും, പാപം എങ്ങനെയാണ് വന്നത്, സിൻ എങ്ങനെയാണ്, നമുക്ക് ആദമിൻ്റെ പാപം നമ്മളിലേക്ക് എങ്ങനെയാണ് കണക്കിടപ്പെട്ടത്. അപ്പോൾ ദ ഡോക്ട്രിൻ ഓഫ് മാൻ്റെ ഭാഗം തന്നെയാണ് ഡോക്ട്രിൻ ഓഫ് സിന്നും. ഓക്കെ, ഹമാർ തിയോളജി എന്ന് പറയും ഡോക്ട്രിൻ ഓഫ് സിൻ, അതും ഡോക്ട്രിൻ ഓഫ് മാൻ്റെ ഭാഗമാണ്. മനുഷ്യനെക്കുറിച്ചുള്ള പഠനം, ബൈബിൾ മനുഷ്യനെക്കുറിച്ച് എന്ത് പറയുന്നു. പിന്നെ ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റാണ്, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം, മനുഷ്യത്വം, ദൈവത്വം, ക്രൂശീകരണത്തിലൂടെ സംഭവിച്ചത് എന്താണ്, എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾക്ക് ക്രിസ്തു പ്രായശ്ചിത്തമായത്, കർത്താവിൻ്റെ പുനരുത്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനുശേഷമാണ് രക്ഷയുടെ ഉപദേശം, അത് 5-ാമത്തെ ഭാഗം, ഡോക്ട്രിൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് റിഡംഷൻ. ഇത് വളരെ വിശാലമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഉള്ള നോട്ട്സ് നിങ്ങൾക്ക്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നട്ട്ഷെല്ലിലാണ്, ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ടാണ് ഇത് ഫുൾ ഉപദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിശദമായ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ബൈബിൾ ഡോക്ട്രിൻ, എസെൻഷ്യൽ ടീച്ചിങ്സ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഇത് കുറച്ചുകൂടെ വിശദമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. ഇത് നമുക്ക് ഇവിടെ ഇന്ത്യൻ ബുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണെന്ന് അറിയില്ല, പക്ഷേ ഇതിൻ്റെ PDF വേർഷൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് മിഷൻ ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ടാബിലോ ഫോണിലോ ഒക്കെ വായിക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഡോക്ടറിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷനാണ്. ഇത് ശരിക്കും ഇതും ഒരു സമ്മറിയാണ്. ഇതിൻ്റെ വലിയൊരു ബുക്കുണ്ട്, ഞാനത് വാങ്ങിക്കാൻ നോക്കിയപ്പം 4 കിലോ വരും ബുക്ക്. അപ്പോൾ അത് ചുമക്കാൻ വയ്യാത്തതുകൊണ്ട് അത് വേറൊരു സഹോദരൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അടുത്ത ക്യാമ്പൊക്കെ വരുമ്പോഴേക്കും അത് വരും. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലുത്. അപ്പോൾ ഇതുപോലുള്ള അനേകം എഴുത്തുകൾ, നമുക്കൊരു നല്ലൊരു ക്രിസ്ത്യൻ ലൈബ്രറി പോയി കഴിഞ്ഞാൽ ഈ ഉപദേശ രൂപങ്ങളെക്കുറിച്ചുള്ള അനേകം വലിയ വലിയ ബുക്കുകൾ കാണും, വോളിയംസ്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് മാത്രം ഇത്തരം കാണും. അതിൽ ബൈബിളിൻ്റെ തന്നെ വാക്യങ്ങളുടെ വിശദീകരണമാണ്. ബൈബിളിലെ വാക്യങ്ങൾ, ഇപ്പോൾ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ വിഷയത്തെക്കുറിച്ചും ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിക്കുമ്പോൾ ആ ബൈബിൾ എന്ത് പറയുന്നു, പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു പാസേജ് എന്ത് പറയുന്നുള്ളതല്ല, ദ ഹോൾ ബൈബിൾ എന്ത് പറയും. ദൈവം ആര് എന്ന ചോദ്യം ചോദിച്ചാൽ ദ ഹോൾ ബൈബിൾ ദൈവത്തെക്കുറിച്ച് എന്ത് പറയും. അപ്പോൾ അങ്ങനെ ബൈബിളിലെ മുഴുവൻ വ്യവസ്ഥാപിതമായ ഒരു ടോപ്പിക്കിൻ്റെ കീഴിലേക്ക് ദ ഹോൾ ബൈബിൾ എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാസേജ് എടുത്തല്ല അത് പറയുന്നത്, ബൈബിളിലെ മുഴുവൻ വാക്യങ്ങൾ എടുത്തിട്ട്
അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ആരാണ് ദൈവം, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് പറയുന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് പെട്ടെന്നൊരു തട്ടാണ്. പക്ഷെ അതൊരു ഭാഗം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ല. വേറൊരു ഭാഗത്ത് വേറൊരു എക്സ്പ്ലനേഷൻ കാണും. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ എല്ലാം കൂടെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു തിയോളജി, ഒരു ഡോക്ട്രിൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് തിയോളജി. നമ്മൾ അതേ ഫോർമാറ്റാണ് ലോകമെമ്പാടും ക്രിസ്ത്യൻസ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉപദേശങ്ങൾ പഠിക്കുന്നത്. ഏതെങ്കിലും ഒരു പുസ്തകത്തെ ബേസ് ചെയ്ത് മാത്രമല്ല, ദ ഹോൾ ബൈബിൾ എന്ന് പറയുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ബൈബിളിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയും, നിങ്ങൾ ചിലപ്പോൾ നോട്ട് ചെയ്യേണ്ടി വരുമായിരിക്കാം. ഇതിനകത്തുള്ള ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ശരിക്കും മനസ്സിലാവുമെങ്കിൽ യു ക്യാൻ റീഡ് ദിസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ബട്ട് ദർ ആർ സം ക്വസ്റ്റ്യൻസ് വി നീഡ് ടു കൺസിഡർ അതർ ദാൻ വാട്ട്സ് പ്രസൻറ്റഡ് ഹിയർ. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് തിയോളജി പഠിക്കേണ്ടത് എന്ന വിഷയമാണ്. വാട്ട്സ് ദ പർപ്പസ് ഓഫ് ലേണിംഗ് ദിസ്? ഇവിടെ ഇൻട്രഡക്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്കത് കാണാം. അതിൻ്റെ സിസ്റ്റമാറ്റിക് തിയോളജിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ആൻസേഴ്സ്, സ്റ്റഡി ദാറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദ ഹോൾ ബൈബിൾ ടീച്ചേഴ്സ് ടുഡേ? ഇന്ന് നമ്മളെ ആ ഹോൾ ബൈബിൾ, ആ ബൈബിൾ മുഴുവനും കൂടെ എന്ത് പഠിപ്പിക്കുന്നു? ഉദാഹരണത്തിന് നിങ്ങൾ റോമാലേഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നു, എന്നിട്ട് പറയുന്നു ഓക്കെ ഈ വാക്യം എന്നോട് സംസാരിച്ചു. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വാക്യം ദ ഹോൾ ബൈബിളിൻ്റെ ഭാഗമാണ്. ശരിയല്ലേ? ഇപ്പോൾ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്ന ദൈവം, ഒരു വാക്യം നമ്മൾ കണ്ടു. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് തിയോളജി ഉള്ളിലുണ്ടെങ്കിൽ, ഈ ഡോക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാക്യം എങ്ങനെ വന്നെന്നും മുഴുവൻ ഉപദേശം എന്ത് നമ്മളോട് പറയുന്നു നമ്മുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ ഒരു വാക്യം നമ്മൾ വായിക്കുന്നെങ്കിലും നമ്മളോട് സംസാരിക്കുന്നത് ദ ഹോൾ ബൈബിളാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഓരോ സമയത്തും ദ ഹോൾ ബൈബിൾ, വാട്ട് ദ ഹോൾ ബൈബിൾ ടീച്ചേഴ്സ് അസ്. ഇപ്പോൾ ഏതൊരു വിഷയത്തെക്കുറിച്ചായാലും നമ്മൾ ഏത് പാസേജ് എടുത്താലും, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ പാസേജ് ദാറ്റ് സ്പീക്കിംഗ് ടു യു, ദ ഹോൾ ബൈബിൾ ഈസ് സ്പീക്കിംഗ് ടു യു. ഓക്കെ, അപ്പോൾ അതാണ് സിസ്റ്റമാറ്റിക് തിയോളജിയുടെ, അതാണ് ആ ഫസ്റ്റ് പേജിൽ എഴുതിയിട്ടുണ്ട്. എ ഡോക്ട്രിൻ, ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ദ ബൈബിൾ ടീച്ചേഴ്സ് അസ് ടുഡേ അബൌട്ട് വൺ പർട്ടിക്കുലർ ടോപ്പിക്, അതാണ് ഡോക്ട്രിൻ. ബാപ്റ്റിസം എന്ന ടോപ്പിക്കിനെ കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു? അപ്പം ദാറ്റ്സ് ദ ഡോക്ട്രിൻ ഓഫ് ദ ബൈബിൾ. ഓക്കെ, ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്ത് പറയുന്നു, അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ദ ഹോൾ ബൈബിൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്ത് പറയുന്നു, ദാറ്റ് ഈസ് കോൾഡ് ഡോക്ട്രിൻ. ഓക്കെ, അപ്പോൾ സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റായിട്ട് വ്യാഖ്യാനിച്ച, ഗ്രാമാറ്റിക്കലി വ്യാഖ്യാനിച്ച, ബൈബിളിൽ മുഴുവൻ കൺസിസ്റ്റൻ്റ് ആയിട്ട്, വ്യവസ്ഥാപിതമായിട്ട്, ലോജിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ദ ഹോൾ ഉപദേശം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വ്യാഖ്യാനിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ബൈബിൾ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച്. നിങ്ങളൊരു ടോപ്പിക്ക് പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ ജനനം, കന്യകാ ജനനം, വിർജിൻ ബർത്ത്. We believe Jesus was word becoming flesh. വചനം ജഡമായി തീർന്നു. അതൊരു ഡോക്ട്രിനാണ്. എന്തുകൊണ്ടാണ്? The whole Bible teaches us that a virgin shall conceive and bear a child. അത് തന്നെയാണ് ലൂക്കോസിൽ പറയുന്നത്, അത് തന്നെയാണ് യെശയ്യാവിൽ പറയുന്നത്, ദ ഹോൾ ബൈബിൾ. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ വേറൊരിടത്തും കോൺട്രഡിക്ഷൻ ഇല്ല, വേറൊരിടത്തും എതിരഭിപ്രായമില്ല. ഓക്കെ, കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവൻ, ഭൂമിയിൽ നിന്നുള്ളവനല്ല. സോ ഇറ്റ്സ് എ കൺസിസ്റ്റൻറ്റ് ടീച്ചിങ് അല്ലേ? അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വാക്യം വായിക്കുമ്പോൾ ദ ഹോൾ ബൈബിൾ ഈസ് ടോക്കിംഗ് ടു അസ് ഓൺ വൺ പർട്ടിക്കുലർ ടോപ്പിക്. ഓൺ വൺ പർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഡോക്ട്രിൻ എന്ന് പറയും. ഈ വാക്കുകൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ ഡെഫിനേഷൻസ്, ഈ പേപ്പർ നിങ്ങൾക്ക് സൂക്ഷിക്കാം, ഒരു വീട്ടിലൊരെണ്ണം. ഓക്കെ, അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി എടുക്കാം, സ്കാൻ ചെയ്യാം ഫോണിലോ. സോ ദിസ് ഈസ് എ വെരി എസെൻഷ്യൽ ഡോക്യുമെൻറ്റ് ദാറ്റ് എവരി ക്രിസ്ത്യൻ ഷുഡ് കീപ്. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സൂക്ഷിച്ചിരിക്കണം. അടുത്തത്, സിസ്റ്റമാറ്റിക് തിയോളജി സമ്മറൈസസ് ഈച്ച് ഡോക്ട്രിൻ ആസ് ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ആൻഡ് അപ്ലൈഡ് ബൈ പ്രസന്റ് ഡേ ക്രിസ്ത്യൻസ്. അപ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണോ ഇത് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കണം, അത് ഡോക്ട്രിൻ ബൈ ഡോക്ട്രിനായിട്ട് എല്ലാ ഡോക്ട്രിൻസിനെയും കൂടെ അറേഞ്ച് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡോക്ട്രിൻ മാത്രമല്ല, അനേകം ഡോക്ട്രിൻസ് അതിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് തിയോളജി അല്ലെങ്കിൽ വ്യവസ്ഥിത ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത്, എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ഈ വ്യവസ്ഥാപിത ദൈവശാസ്ത്രം പഠിക്കുന്നത്? ഓക്കെ, അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത്
അതിൻ്റെ 4ാമത്തെ ബുള്ളറ്റ് പോയിന്റിൽ ഇതാണ്: സ്റ്റഡീസ് സിസ്റ്റമാറ്റിക് തിയോളജി സോ യു ഒബേ ദ ഗ്രേറ്റ് കമ്മീഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഗ്രേറ്റ് കമ്മീഷനും സിസ്റ്റമാറ്റിക് തിയോളജിയുമായിട്ടുള്ള ബന്ധം. എന്താണ് ഗ്രേറ്റ് കമ്മീഷൻ? അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ന് ഈ സെമിനാറിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗ്രേറ്റ് കമ്മീഷനാണ്. വായിക്കാം ആരെങ്കിലും. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതൊരു ഭാഗം തീർന്നു. നമ്മൾ പുറപ്പെട്ട് സുവിശേഷം പറഞ്ഞ് വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. അടുത്തത് ഇതാണ് സഭകൾ മുഴുവൻ വിട്ടുകളയുന്നൊരു കാര്യം. എല്ലായിടത്തും പോയി ആളെ പിടിച്ചോണ്ടോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പിടിച്ചോണ്ട് വന്ന ശേഷം ഇവരെ എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പിടിച്ചോണ്ട് വരുന്നതെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. എന്തിനാ പിടിച്ചോണ്ട് വരുന്നത്? അവരുടെ കയ്യിലുള്ള ദശാംശം മേടിച്ച് സഭ കെട്ടിടം പണിത് പാസ്റ്റർമാർ മുതലാളിമാരായി വലിയ വലിയ പാസ്റ്ററാകാൻ വേണ്ടി. അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത് അല്ലേ? പക്ഷെ ശരിക്കും അതിനുവേണ്ടി അല്ല ആൾക്കാരെ പിടിച്ചോണ്ട് വരുന്നത്. ഒരു വലിയ പ്രോസസ്സിൻ്റെ തുടക്കമാണത്. ആ 2ാമത്തെ പ്രോസസ്സാണ് തിയോളജി. ആദ്യത്തെ പ്രോസസ്സാണ് മിഷൻ. സോ ആക്ച്വലി മിഷൻ കംസ് ഫസ്റ്റ് ആൻഡ് ദെൻ തിയോളജി കംസ് നെക്സ്റ്റ്. പക്ഷെ ഇവിടെ നമ്മൾ ഇങ്ങനെ എടുക്കാനുള്ള കാരണം നമ്മൾ മിഷൻ ചെയ്യാൻ പോകുന്നില്ല, അതിന് മുമ്പായുണ്ടാകും. ഓക്കെ, നമ്മൾ ഓൾറെഡി മിഷൻ്റെ റിസൾട്ടായിട്ട് വന്നവരാണ്. അപ്പോൾ നമ്മൾ ഇനി തിയോളജി, ഇനി അടുത്ത് നിങ്ങൾ പോയി മിഷൻ, പിന്നെ അവിടെ തിയോളജി, പിന്നെ അവർ പോയി മിഷൻ, പിന്നെ അവിടെ തിയോളജി. അങ്ങനെ മിഷൻ തിയോളജി, മിഷൻ തിയോളജി, മിഷൻ തിയോളജി. നിങ്ങൾ പോയി ഇറാഖിൽ പോയി ഒരു ചർച്ച തുടങ്ങി, തിയോളജി അറിയത്തില്ല. അവർ കുറേ നേരം നല്ല ഡ്രം അടിച്ച് പാട്ട് പാടി ഒച്ചത്തി സൗണ്ട് ഉണ്ടാക്കി അങ്ങനെ സന്തോഷിച്ചിരിക്കും. അത്രയേ ഉള്ളൂ, തീർന്നു. ഉപദേശം അറിയില്ല. ഉപദേശം അറിയാതെ പോകുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ മിഷനും തീരും. ശരിയല്ലേ? അല്ലേ? അപ്പം ഇത് രണ്ടും ഒരേപോലെ. അതാണ് ഈ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടിനെയും കൂടെയാണ്, രണ്ടും ചേർത്താണ്. ഒന്ന്, നിങ്ങൾ ആളുകളെ ചേർക്കുക, മിഷൻ. 2, അവരെ പഠിപ്പിക്കുക, ഡിസൈപ്പിൾഷിപ്പ്. പഠിപ്പിക്കാൻ നമുക്ക് ഈ വേദശാസ്ത്രം ആവശ്യമാണ്. ബിക്കോസ് വി നീഡ് ടു ടീച്ച് ദം വാട്ട് ദ ഓൾ ബൈബിൾ സ്പീക്സ് ഓൺ വൺ പർട്ടിക്കുലർ ടോപ്പിക്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് എന്തിനു വേണ്ടിയാണിത്? ഗ്രേറ്റ് കമ്മീഷൻ ഒബേ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ദാറ്റ്സ് അവർ പ്രൈമറി വേഴ്സ്. ഓക്കെ, അടുത്തത് ഓവർകം റോങ് ഐഡിയാസ്. നമുക്ക് പലതിനെക്കുറിച്ചും തെറ്റായ ആശയങ്ങൾ. ഉദാഹരണത്തിന് ചില ആൾക്കാർ പറയത്തില്ലേ, പോരാട്ടമാണ് ബ്രദറെ, പരമ്പരാഗതമായ പോരാട്ടമാണ്. വല്യപ്പൂപ്പൻ്റെ കാലത്ത് അവരെന്തോ പലിശയ്ക്ക് മേടിച്ചതിൻ്റെയാന്ന് തോന്നുന്നു, എൻ്റെ കുഞ്ഞിന് ഒരു പഠിക്കാനൊന്നും ഉത്സാഹമില്ല. പണ്ടത്തെ പോരാട്ടം വന്നിരിക്കുക. റോങ് ഐഡിയ. കാരണം ബൈബിൾ എന്താ പറയുന്നത്? പച്ചമുന്തിരിങ്ങ തിന്നവൻ്റെ പല്ലേ പുളിക്കുകയുള്ളൂ. ഓരോരുത്തരും അവനവൻ്റെ അതിക്രമ നിമിത്തം മാത്രമേ മരിക്കുന്നത്. ബൈബിളിൻ്റെ ഹോളെ. അപ്പം റോങ് ഐഡിയാസ്. പല ആൾക്കാർ റോങ് ഐഡിയ കാരണം ഭയത്തിനകത്ത് പെട്ടിരിക്കുന്നു, ഭയപ്പെട്ടു പോകും. ഓക്കെ, ദശാംശം ഇട്ടില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. അപ്പോൾ ആൾക്കാർ ആ റോങ് ഐഡിയക്കകത്ത് ഭയപ്പെടുന്നു. ഓക്കെ, നിങ്ങൾ പോകുന്ന വഴിക്ക് മറ്റ് ആരാധന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ പിശാച് നിങ്ങളുടെ തലയിൽ കയറും. റോങ് ഐഡിയ. യു ആർ അഫ്രൈഡ് ടു വാക്ക് ബൈ സർട്ടൻ പ്ലേസസ് ബിക്കോസ് യു തിങ്ക് ദർ ഇസ് നോ ഗോഡ് ദെയർ. ഇങ്ങനെയുള്ള അനേകം റോങ് ഐഡിയാസ് മാറ്റാൻ നമുക്ക്. പിന്നെ ചിലർ പറയത്തില്ലേ, ദൈവത്തെ മാറ്റം, പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാം. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മനസ്സ് മാറില്ല. ഓൾറെഡി അത് നല്ലതാണ്. ഓൾറെഡി പെർഫെക്റ്റ് ആയ ഒരു സാധനം പിന്നെ എങ്ങോട്ട് മാറാനാ? അല്ലേ? മാറി എന്ന് പറഞ്ഞാൽ അത് തന്നെ നേരത്തെ അത്ര നല്ലതല്ലായിരുന്നു ആണോ? അങ്ങനെയല്ല. ഒരു സാധനം മാറി ആശ്വാസമായി എന്ന് പറയാൻ നേരത്തെ അത് ഇനി വേറൊരു രീതി മാറി എന്ന് പറയാൻ നേരത്തെ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം മാറുമ്പോൾ എന്താവും? അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചില്ല. അപ്പോൾ ദൈവത്തിന് ഭയങ്കര ദേഷ്യം വന്നിരിക്കുമായിരുന്നു. എന്നെ കട്ട് ചെയ്തു. വൈകിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ പേരെഴുതി. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള റോങ് ഐഡിയാസ്. ഇപ്പം രക്ഷിക്കപ്പെട്ടു, നാളെ രക്ഷയില്ല, നാളെ കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടു, പല പ്രാവശ്യം രക്ഷിക്കപ്പെടുന്നവർ, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ലാത്തവർ, ഇങ്ങനെ അനേക റോങ് ഐഡിയാസിലാണ് മനുഷ്യരിന്ന്. അപ്പോൾ ഇതെല്ലാം മാറ്റാൻ നമുക്ക് എന്തുകൊണ്ട് പ്രയോജനമുണ്ട്? സിസ്റ്റമാറ്റിക് തിയോളജി പഠിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വീട്ടിൽ പോയി ഇത് വായിക്കണം, ഈ നോട്ട്സ് ഇപ്പം തന്നെ. കാരണം അതല്ലേ നിങ്ങൾ മറന്നുപോകും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പഠിപ്പിച്ച അതേ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും പോയി അത് തന്നെ വായിക്കണം. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ അത് രജിസ്റ്റർ ആവും. അടുത്തത്, മേക്ക് ബെറ്റർ ഡിസിഷൻസ് ഓൺ ന്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ഗ്രോ ആസ് ക്രിസ്ത്യൻസ്. ഇതിനെല്ലാം നമുക്കിത് പ്രയോജനപ്പെടും. അടുത്തത്, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നിങ്ങളെല്ലാവരും കോളേജിൽ പഠിച്ചിട്ടുള്ളവരാണ്. നോട്ട് എഴുതിയും ലൈബ്രറി പോയും പഠിച്ചും റിസർച്ച് ചെയ്തവരൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ തിയോളജി പഠിക്കുവാൻ ആകെയുള്ളൊരു വഴി, നമ്മൾ ഒന്നും അറിയാത്തവനെ പോലെ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുക എന്നുള്ളതാണ്. കർത്താവ് നീ എന്നെ പഠിപ്പിക്കണം. ഇത് ഒരിക്കലും ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഇതൊരു അക്കാഡമിക് ക്ലാസ് അല്ല. ഇന്ന് തിയോളജി പഠിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ വളരെ കുറച്ച് ആൾക്കാർ അക്കാഡമിക്കായിട്ടാണ് പഠിക്കുന്നത്.
അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നവരല്ല ഇത് പഠിക്കുന്നത്. ദൈവമേ, നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, നിൻ്റെ വചനത്തിലൂടെ എനിക്കിത് മനസ്സിലാക്കാനുള്ള കൃപ തരണമെന്നുള്ള പ്രേയറോടെയും വർഷിപ്പോടെയും വിനയത്തോടെയും മാത്രമേ നമ്മൾ ബൈബിളിനെ സമീപിക്കാം. അതല്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ പോവാണ്, ഞാൻ ഇതെല്ലാം പഠിച്ചതാണ്, ഈ മനോഭാവത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം തിയോളജി എപ്പോഴും പഠിക്കുന്നത് പ്രേയർ, ഹ്യൂമിലിറ്റി, അതോടൊപ്പം നമ്മുടെ യുക്തി വേണം, മറ്റുള്ളവരുടെ സഹായം വേണം ഇത് പഠിക്കാൻ. ഓക്കെ, ബൈബിളിലെ പല ഭാഗങ്ങൾ, വാക്യങ്ങൾ കളക്ട് ചെയ്താണ് നമ്മൾ ഒരു ഒറ്റ വ്യൂ ഉണ്ടാക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? ഏതെങ്കിലും ഒരു ഭാഗമല്ല, ബൈബിളിൻ്റെ എല്ലാ ഭാഗവും കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒറ്റ വ്യൂ ഉണ്ടാക്കുന്നത്. അതുപോലെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും സ്തോത്രത്തോടെയും നമ്മൾ പഠിക്കണമെന്നാണ്. കാരണം എവറി റെവലേഷൻ അബൌട്ട് ഗോഡ് വിൽ എലിസിറ്റ് പ്രൈസ് ഫ്രം അവർ ലിപ്സ്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് എന്തറിഞ്ഞാലും അതിനകത്തൊരു സ്തോത്രത്തിന് ഒരു കാരണമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്ര പ്രധാനമാണ് ഈ 5 പോയിന്റ്സ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇറ്റ് വിൽ ഗിവ് എ ന്യൂ പെർസ്പെക്റ്റീവ് ടു ദിസ് ക്യാമ്പ്. ഓക്കെ, എന്തിനാണ് ഈ ക്യാമ്പിൽ നമ്മൾ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കറക്റ്റ് പെർസ്പെക്റ്റീവിൽ ആക്കുവാൻ ഈ 5 കാര്യങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നൗ വിൽ ഗോ ടു ദി പാർട്ട് 1, ദ വേർഡ് ഓഫ് ഗോഡ്, ദ ഡോക്ട്രിൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ഇതിനകത്ത് ഒത്തിരി സമയം ഡെയിലി ചെയ്യുന്നില്ല. കാരണം ഒത്തിരി നമുക്കറിയാം 7 സെക്ഷൻസ് ഉണ്ട്. ഇതിൽ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഡോക്ട്രിൻ ഓഫ് ഗോഡിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട ചില എസെൻഷ്യൽ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേർഡ് ഓഫ് ഗോഡ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഡെഫിനിഷൻ, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന ക്രിസ്തു. അതുമാത്രമല്ല, ഈ വചനമാകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം പ്രവാചകന്മാരിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും ദൈവം മനുഷ്യരിലൂടെയും സംസാരിച്ചിരിക്കുന്ന വാക്കുകൾ അവയുടെ കൂട്ടത്തെയാണ് നമ്മൾ ദ വേർഡ് ഓഫ് ഗോഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം യഥാർത്ഥ വചനമായ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള വാക്കുകളാണ്. മനസ്സിലായല്ലോ? അപ്പം എവ്രി വേർഡ് ദാറ്റ് വി റീഡ് ഫ്രം ദ ബൈബിൾ ഹാസ് ടു പോയിന്റ് ടു ക്രൈസ്റ്റ്. ഇന്ന് നമ്മളൊരു വേദഭാഗം വായിക്കുമ്പോൾ അത് ക്രിസ്തുവിലേക്കല്ല പോയിന്റ് ചെയ്യുന്നത്, നമ്മുടെ നീഡ്സിലേക്കാണ്, വിഷയങ്ങളുടെ നടുവിൽ. അതാണ് നമ്മുടെ പ്രശ്നം. ക്രിസ്തുവിലേക്കല്ല പോയിന്റ് ചെയ്യുന്നത്, നമ്മളിലേക്കാണ്. പക്ഷേ വേദവചനം നമുക്ക് എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മളിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയല്ല, ക്രിസ്തുവിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാ ഫോക്കസും വചനം പഠിക്കുമ്പോൾ അത് ക്രിസ്തുവിലേക്കുള്ള ഫോക്കസ് ആയിരിക്കണം. അപ്പോൾ ദൈവം അവൻ്റെ പ്രവാചകന്മാരിലൂടെയും ഒക്കെ എഴുതപ്പെട്ട സന്ദേശങ്ങളായും നൽകപ്പെടുന്ന വാക്യങ്ങളുടെ മൊത്തം സമാഹാരത്തെയാണ് നമ്മൾ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളെയാണ് നമ്മൾ കാനോനികമായ സ്ക്രിപ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും, അത് സിമ്പിളാണ്. അടുത്തത് ദ കാനോൻ ഓഫ് ദ സ്ക്രിപ്ചർ. കാനോൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? കാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രീക്കിൽ എഴുതുമ്പോൾ കാനോൻ തന്നെയാണ്. KA ആണ്, ഗ്രീക്കിൽ K ആണ്. ഓക്കെ, കാപ്പ, ഗ്രീക്കിലെ ആൽഫബറ്റ് കാപ്പയാണ്, കാപ്പ. ഓക്കെ, കാപ്പ ആൽഫ, കാനോൻ ആണ്. കാനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കെയിലാണ്. ഇപ്പം നമ്മൾ മീറ്റർ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ മെഷറിംഗ് റോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. മെഷറിംഗ് റോഡ്. ഓക്കെ, ഈ മെഷറിംഗ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും ദൈവികമാണോ, ഒരു പുസ്തകം കണ്ടാൽ അത് ദൈവികമാണോ എന്ന് മെഷർ ചെയ്യുന്ന ഒരു സ്കെയിലിനെയാണ് നമ്മൾ കാനോൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബൈബിളിലെ പുസ്തകങ്ങൾ കാനോനികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഷർ അനുസരിച്ചുള്ള എല്ലാ പോയിന്റിലും ഓക്കെ ആണെന്ന് അർത്ഥം. സോ ദീസ് ബുക്സ് ഫുൾഫിൽ സർട്ടൻ ക്രൈറ്റീരിയ. ഓക്കെ, ആ മെഷറിംഗ് റോഡ് അനുസരിച്ച് മെഷർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഗോഡ്സ് വേർഡ് എന്ന് മനസ്സിലാകുന്ന പുസ്തകങ്ങളാണ് ഇതെല്ലാം. അതിനാണ് നമ്മൾ കാനോൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കാനോൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ കാനോൻ വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ കാനോനിലേക്ക് ഞാൻ എത്തുന്നതെന്ന്, ഈ 66 പുസ്തകങ്ങളുള്ള കാനോനിലേക്ക് ഞാൻ എങ്ങനെ എത്തുന്നതെന്ന് ഞാൻ പറയാം. ഓക്കെ, അതിന് കുറച്ച് ഹിസ്റ്ററി ആവശ്യമാണ്, കുറച്ച് സഭാചരിത്രം ആവശ്യമാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ കയ്യിലുള്ള പുതിയ നിയമ പുസ്തകങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം. ഈ പുതിയ നിയമ പുസ്തകങ്ങൾ അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന കാലത്ത് എഴുതിയ പുസ്തകങ്ങളാണ് ഇതെല്ലാം. അതായത് ഇന്ന് നമ്മുടെ കയ്യിൽ ന്യൂ ടെസ്റ്റാമെൻ്റ് എന്നുള്ള പേരിലുള്ള പുസ്തകങ്ങളെക്കുറിച്ച്
അറ്റ്ലീസ്റ്റ് ഒരു പ്രധാന അപ്പോസ്തലനെങ്കിലും അറിവുണ്ടായിരുന്നു. അതവർ അംഗീകരിച്ചിരുന്നു. അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ന്യൂ ടെസ്റ്റമെന്റ് കാനോനിലുള്ളത്. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ ദർ ഇസ് സംതിങ് കോൾഡ് അപ്പോസ്റ്റോലിക് സാങ്ഷൻ. അതിന് നമ്മൾ അപ്പോസ്റ്റോലിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോസ്റ്റോലിസിറ്റി, ദാറ്റ് മീൻസ് ക്രിസ്തു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ ആരെങ്കിലും അപ്രൂവ് ചെയ്ത പുസ്തകങ്ങളാണ് നമ്മുടെ പുതിയ നിയമ കാനോനിലുള്ളത്. ആ അപ്പോസ്തലന്മാർ തന്നെ ഡയറക്റ്റ് എഴുതണമെന്നില്ല. ഇപ്പോൾ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്, മർക്കോസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ലൂക്കോസ് പൗലോസിൻ്റെ കൂടെ നടന്നാണ് എഴുതിയത്. മർക്കോസ് പത്രോസിൻ്റെ ശിഷ്യനായിരുന്നു. ഇവരെല്ലാം അവരുടെ അപ്രൂവലോട് കൂടിയാണ് എഴുതുന്നതെന്ന് മാത്രമല്ല, ആദിമ സഭയിൽ ഇവരെഴുതിയ ലേഖനങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള പുസ്തകങ്ങളിൽ, 1-ാം നൂറ്റാണ്ടിലുള്ള പുസ്തകങ്ങളിൽ അവര് ബൈബിളായിട്ട് അംഗീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കാണാം. ഈ ബൈബിൾ കാലഘട്ടത്തിന് ശേഷം AD 100-ന് ശേഷമുള്ള അനേക ഗ്രന്ഥങ്ങളിൽ, ക്രിസ്ത്യൻ ചർച്ചുകളിൽ എഴുതപ്പെട്ട ലേഖനങ്ങളിലെല്ലാം അന്ന് തൊട്ടേ ഉള്ള പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാർ എടുത്തു കൊടുത്ത, സഭയ്ക്ക് കൊടുത്ത ലേഖനങ്ങളെ അവരന്ന് ആ സഭ ക്രോഡീകരിച്ചെടുത്തതാണ് ഈ കാനോൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, AD 1-ാം നൂറ്റാണ്ടിന് ശേഷം, അപ്പോസ്തല കാലഘട്ടത്തിന് ശേഷം എഴുതപ്പെട്ട ഒരു പുസ്തകവും നമ്മൾ വേദപുസ്തകമായിട്ട് ഭാഗമായിട്ട് പരിഗണിക്കുകയില്ല. ഇൻ ദാറ്റ് സെൻസ് ദ കാനോൻ ഈസ് ക്ലോസ്ഡ്. കാരണം വേറൊരു പുസ്തകം ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം വേറൊരു പുസ്തകത്തിൻ്റെ പരാമർശം ആദിമ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ ഇനിഷ്യൽ പീരീഡിൽ ഉണ്ടായിട്ടില്ല. നമുക്ക് ഇനി ഒരെണ്ണം ഉണ്ടാവണമെങ്കിൽ അങ്ങോട്ട് പരാമർശമില്ല. സോ വി കാൺട്ട് അക്സെപ്റ്റ് എനി ഓഫ് ദ ബുക്ക് നൗ. യു കനോട്ട് ആഡ് എനിത്തിങ് ടു ദ ബൈബിൾ ബിക്കോസ് അപ്പോസ്റ്റോലിസിറ്റി ആണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ അപ്പോസ്റ്റോലിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂ ടെസ്റ്റമെന്റ് പുസ്തകങ്ങളുടെ കാര്യത്തിൽ ചർച്ചിൻ്റെ വിറ്റ്നസിംഗ് ഉണ്ട്, അതിൽ അപ്പോസ്റ്റോലിസിറ്റി ഉണ്ട്, യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളുണ്ട്, അവരുടെ ശിഷ്യന്മാരുടെ ടെസ്റ്റിമണി ഉണ്ട്, ആദിമകാല ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ പൗലോസിനെ കുറിച്ച് പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. പൗലോസ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. അതായത് സഭകൾക്ക് എഴുതിയ കാര്യങ്ങളെല്ലാം പൗലോസ് എഴുതി തന്നെയാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ ഊന്നി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, സഭകൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചെല്ലാം അവർക്ക് അറിവുണ്ടായിരുന്നു. പത്രോസിന് പൗലോസ് എഴുതിയ കത്തുകളെക്കുറിച്ച് അറിയാമായിരുന്നു, പൗലോസിന് പത്രോസിനെ കുറിച്ച് അറിയാമായിരുന്നു. ഈ ലേഖനങ്ങളെക്കുറിച്ച് എല്ലാ ആദിമ സഭകൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. ഇതെല്ലാം സഭകൾക്ക് കൊടുത്തതാണ് എന്ന് പരസ്പരം ഇവർ അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഡൺ. ഇനി നമുക്ക് അതിനെക്കുറിച്ച് വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നാളെ ഒരുത്തം വന്ന് ബർണബാസിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് വന്നാൽ നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. വി ഡോണ്ട് നോ സച്ച്, നോ വൺ അപ്രൂവ് സച്ച് എ ബുക്ക്. ഓക്കെ, ഇനി അടുത്തത് പഴയ നിയമം. പഴയ നിയമത്തിൻ്റെ കാനോനിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തു പല സമയത്തും പഴയ നിയമം വായിക്കുന്നുണ്ട്, അല്ലേ? യെരുശലേം ദേവാലയത്തിലേക്ക് എന്ന് യേശു ക്രിസ്തു ബൈബിൾ തുറക്കുന്നു, പഴയ നിയമം തുറന്ന് വായിക്കുന്നു, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. ഇപ്പോൾ യെശയ്യാവ് ഓക്കെ ആണല്ലോ. അപ്പോസ്തലന്മാരുടെ കൊട്ടേഷൻസ്, യേശുവിൻ്റെ കൊട്ടേഷൻസ്, ഇതെല്ലാം ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവ് പോയി സിനഗോഗിൽ ചെന്ന് ബൈബിൾ എടുക്കുമ്പോൾ, ആ പഴയ നിയമം എടുക്കുമ്പോൾ, ആ പഴയ നിയമത്തിനകത്ത് എന്തെല്ലാം പുസ്തകങ്ങളുണ്ടായിരുന്നോ അത്രയും പുസ്തകങ്ങളെ യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയതാണ്. അപ്പോൾ അത് ഏത് പുസ്തകമാണ് അവർ സിനഗോഗിൽ വെച്ചിരുന്നത്? അതാണ് യഹൂദന്മാർ അംഗീകരിച്ച കാനോൻ. അപ്പോൾ പഴയ നിയമ കാനോൻ അന്വേഷിച്ച് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഏതാണോ പഴയ നിയമ കാനോൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം യഹൂദന്മാർ ഏതാണോ കാനോനികമായിട്ട് കരുതി അവരുടെ സിനഗോഗുകളിൽ വെച്ചിരുന്നതും യേശു കർത്താവ് പോയി പ്രസംഗിക്കാൻ എടുത്തതുമായ, വായിക്കാൻ എടുത്തതുമായ പുസ്തകം, അതാണ് നമ്മുടെ പഴയ നിയമ കാനോൻ. ഓക്കെ അല്ലേ? ഇപ്പോൾ രണ്ടും ക്ലിയർ ആണ്. ദാറ്റ്സ് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ദ 66 ബുക്സ് ഓഫ് ദ ബൈബിൾ. അപ്പോൾ ഇതിൽ റോമൻ കത്തോലിക്കർ വന്നിട്ട് പറയും നോ, കുറച്ചും കൂടെ പുസ്തകമുണ്ട്. അവരുടെ ചില ബൈബിളിനകത്ത് 8 പുസ്തകം കൂടെ ഉണ്ട്, ചിലതിനകത്ത് 14 പുസ്തകം വരെ കൂടുതലുണ്ട്. അതിനെ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ, അതിനകത്ത് എന്താ, മക്കാബിയർക്ക് എഴുതിയ ലേഖനം, മക്കാബിയറിൻ്റെ പുസ്തകം 1, 2, പിന്നെ കുറേ എണ്ണം ഉണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി. ജ്ഞാനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, സൂസന്ന എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, സൂസന്നയോ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ എവിടെ നിന്ന് വന്നു, അതെന്തുകൊണ്ട് ബൈബിൾ അല്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ നിയമ പുസ്തകങ്ങൾ 39 പുസ്തകങ്ങൾ, ഈ 39 പുസ്തകങ്ങൾ എഴുതിയ ഹീബ്രുവിലാണ്. അതെല്ലാം യഹൂദ കാനോനിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ്. എന്നാൽ മലാക്കിയുടെ കാലത്തിന് ശേഷം
പ്രവാചകന്മാരൊന്നും ഇല്ലാതിരുന്ന കാലം. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, പുതിയ നിയമം എഴുതുമ്പോൾ ഒരു അപ്പോസ്തലൻ അവിടെ ഉണ്ടാവും. പഴയ നിയമം എഴുതുമ്പോൾ ഒരു പ്രവാചകൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ അതിന് ടെസ്റ്റിഫൈ ചെയ്യണം. മലാഖിക്ക് ശേഷം പ്രവാചകന്മാരില്ല. സോ ദർ ഇസ് നോ പ്രൊഫറ്റിക് പ്രൊനൗൺസ്മെൻറ്റ്സ് ആഫ്റ്റർ മലാഖി. ഈവൻ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചാലും അവിടെ അതിനകത്തൊരു പ്രവാചകൻ വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ വാട്ട് ഹാപ്പൻസ് ഈസ്, ഈ പ്രവാചകൻ്റെ അക്രഡിറ്റേഷൻ ഇല്ലാത്ത ഒരു ലേഖനവും, അപ്പോൾ അവിടെയും കാനൺ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിഞ്ഞതോടുകൂടി പഴയ നിയമം കഴിഞ്ഞു, അപ്പോസ്തലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞതോടുകൂടി പുതിയ നിയമം കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഈ 400 വർഷത്തെ സൈലന്റ് ടൈമിൽ യെരുശലേമിൽ എന്ത് നടന്നു എന്നുള്ളതാണ് ഈ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ആ ഏരിയയിൽ നടന്ന യഹൂദന്മാരുടെ ചരിത്രമാണ്. പക്ഷെ എന്ത് പറയേണ്ടു, ഇത് ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ഹീബ്രുവിലല്ല, ഗ്രീക്കിലാണ്. അപ്പോൾ ഒറിജിനൽ യഹൂദ കാനോനിൽ ഈ ഗ്രന്ഥങ്ങളില്ല. എന്നാൽ ഈ ഗ്രീക്ക് യവന സംസ്കാരം നിലനിന്നിരുന്ന കാലത്ത്, റോമ ഗവൺമെൻറ് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ, ഹെലനിസ്റ്റിക് പീരീഡ് എന്ന് പറയും, ആ സമയത്ത് ഈ ഗ്രീക്ക് കാര്യങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി അവർ എബ്രായ ബൈബിളിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ, വിവർത്തനം, ഗ്രീക്ക് വിവർത്തനം എഴുതിയിരുന്നു. അതിനകത്ത് 70 ബുക്ക് ഉണ്ടായിരുന്നു. 39 പുസ്തകം കഴിഞ്ഞിട്ട് സെപ്റ്റുവജിൻ്റ് എന്നായിരുന്നു അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. സെപ്റ്റുവജിൻ്റ്, LXX, L എന്ന് പറഞ്ഞാൽ 50, XX എന്ന് പറഞ്ഞാൽ 10, 20, 70. അത് ഈ ഗ്രീക്ക് ചരിത്രവും ഇതെല്ലാം ചേർത്താണ് അവരന്ന് പ്രസൻറ്റ് ചെയ്ത് ഇവർക്ക് കൊണ്ടുപോയി കൊടുത്തത്. കാരണം യവനന്മാർ മനസ്സിലാക്കി ഇപ്പോഴും ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവരെ ഈ സെപ്റ്റുവജിൻ്റ് വെച്ചിട്ടാണ്. അത് പക്ഷേ എന്താ, 2 തരത്തിലുള്ള യഹൂദന്മാരുണ്ട്. ഒന്ന് അലക്സാണ്ട്രിയൻ ജ്യൂസ് എന്ന് പറയും, മറ്റൊന്ന് ആൻറ്റിയോക്യൻ ജ്യൂസ്. ആൻറ്റിയോക്യൻ ജ്യൂസ് അപ്പോഴും യഹൂദ ഭാഷ, എബ്രായ ഭാഷ സംസാരിക്കുന്നു. അലക്സാണ്ട്രിയൻ ജ്യൂസ് ഗ്രീക്ക് ഹെലനൈസ്ഡ് കൾച്ചറുമായിട്ട് മിക്സപ്പ് ആയി പോയ യഹൂദന്മാരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കാനോൻ എന്ന് പറയുന്നത് ആൻറ്റിയോക്യൻ ജ്യൂസിൻ്റെ യഹൂദന്മാരുടെ കാനോനാണ്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് നോട്ട് മിക്സ്ഡ് അപ്പ് വിത്ത് ദ ഹെലനിസ്റ്റിക് കൾച്ചർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡോക്ടറിനലി പ്യുവർ ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന് സംശയിക്കുന്ന, അല്ലെങ്കിൽ 100% ആ മെഷറിംഗ് റോഡുമായിട്ട് എഗ്രി ചെയ്യാത്ത പുസ്തകങ്ങളൊന്നും നമ്മൾ ഈ കാനോനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയത്ത് ഈ കാത്തലിക്സിൻ്റെ ജ്ഞാനം എന്ന പുസ്തകം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് അവരോട് സുവിശേഷം പറയാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ആ ജ്ഞാനം എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചിത്രം വരച്ച് വെക്കുന്നത് പോലും ഒരു പൂജിക്കാൻ വെക്കുന്നത് പോലും പാപമാണ്. അപ്പോൾ ഇവർ പറയും ഞങ്ങൾ പടം വരയ്ക്കുന്നുള്ളൂ. പറയുന്ന ആൾക്കാരോട് പറയാനുള്ള മറുപടി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വിഗ്രഹാരാധനയെ കഠിനമായി വിമർശിക്കുന്ന വളരെ സ്ട്രോങ് ബുക്കുകളാണ് അതെല്ലാം. പക്ഷേ മെഷറിംഗ് റോഡുമായിട്ട് എഗ്രി ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കാനോൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാം? ദ കാനോൻ ഓഫ് ദ ബൈബിൾ. ഓക്കെയാണ്. അപ്പോൾ ഈ 66 പുസ്തകങ്ങളെ വി ട്രീറ്റ് ദീസ് 66 ബുക്സ് ആസ് സാക്രോസാങ്ക്ട്, ഹോളി, ഓക്കെ, ആൻഡ് അക്സെപ്റ്റബിൾ ആസ് വേർഡ് ഓഫ് ഗോഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ ഈ 66 ബുക്കുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, when once we accept those 66 books, ഈ 66 പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ദിസ് ബുക്ക് ഹാസ് അതോറിറ്റി ഓവർ അവർ ലൈഫ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കാനുള്ള അതോറിറ്റി. അതായത് ബൈബിളിനെ നമ്മൾ അപ്പോൾ ബൈബിളിന് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മോട് സംസാരിക്കാനും നമ്മളെ അനുസരിപ്പിക്കാനും ഇതാണ് സത്യമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുമുള്ള അതോറിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ദ വേർഡ് ഹാസ് അതോറിറ്റി ഓവർ us. ഓക്കെ, ഇപ്പം ഞാൻ ഇതിനകത്ത് കാനൺ ഓഫ് ദ സ്ക്രിപ്ചർ ഇത് മുഴുവൻ വായിച്ചില്ല കേട്ടോ. അത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് വായിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ദർ ഇസ് എ Q&A സെഷൻ ഓൾസോ. So you can ask your questions. I will be here all these 6 days. All our brothers will be here. So നിങ്ങൾക്ക് ഏത് സമയത്തും ഈ Q&A നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ബിക്കോസ് വി നീഡ് ടു ബി തറോ അബൌട്ട് ദ ഡോക്ട്രിൻസ്. പ്രത്യേകിച്ച് മിഷണറിമാരായിട്ട് പോകുന്ന ആൾക്കാർ ഈ ഡോക്ട്രിൻസിനെ കുറിച്ച് വളരെ നിശ്ചയമുള്ളവരായിരിക്കണം എന്നുള്ളതുകൊണ്ട് ഈ 6 ദിവസം കൊണ്ട് പറ്റാവുന്നിടത്തോളം ക്ലാരിറ്റി നമുക്ക് ഈ കാര്യങ്ങളിൽ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ കാനോൻ എന്ന സ്ക്രിപ്ചറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് വായിക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം വളരെ ഈ
എന്താ പറയുന്നത്, ഈ ഷീറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ പോയിന്റും ഭയങ്കര അർത്ഥഗർഭമാണ്. ദാറ്റ് മീൻസ് വെരി ഡീപ്പ്. അവർ അനേകം കാര്യങ്ങൾ ഒരു വാക്യത്തിലോട്ട് ബുദ്ധിപരമായിട്ട് സംഗ്രഹിച്ച് വെച്ചിരിക്കുകയാണ്. സമ്മറൈസ്ഡ് വെരി ബ്യൂട്ടിഫുള്ളി. നോക്കേ, ദ ബൈബിൾ കണ്ടെയ്ൻസ് ഓൾ ദ വേർഡ്സ് ഓഫ് ഗോഡ് ഹി ഇൻറ്റൻഡഡ് ഫോർ അസ് ടു ഹാവ്. ഒത്തിരി വാക്കുകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എല്ലാവരും എപ്പോഴും അറിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച വാക്കുകളെയാണ് നമ്മൾ കാനോനികം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത്, സ്ക്രിപ്ചർ പ്രൈമറി റിപ്പോർട്ട്സ് ഗോഡ്സ് ഗ്രേറ്റ് ആക്ട്സ് ഇൻ ദ റിഡംപ്റ്റീവ് ഹിസ്റ്ററി. നമ്മളെ വീണ്ടെടുക്കുന്നതിനുള്ള ചരിത്രത്തിൽ ദൈവം ചെയ്ത മഹൽ പ്രവൃത്തികളെയാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. 3, primarily the apostles were given the ability from the Holy Spirit to recall accurately the words and deeds of Jesus and to record and interpret them rightly. ഇപ്പം ആത്മാവ് വരുമ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുമെന്ന് കർത്താവ് യോഹന്നാന്റെ 14:26 പറഞ്ഞ പോലെ, ആത്മാവ് വന്ന ശേഷം കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ ഓർക്കാനും അതിനെ കറക്റ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്തിരുന്നു. അടുത്തത്, the early church recognized but did not bestow divine authority on the books of the Bible it included in the canon. അപ്പോൾ അവർ ഈ പുസ്തകങ്ങളെല്ലാം വായിക്കുമായിരുന്നു, പക്ഷെ അതിന് വിശുദ്ധമെന്നൊന്നും അവരന്നത് കരുതാത്തപ്പോൾ പോലും പൗലോസ് എഴുതിയ കത്തുകൾ, പത്രോസ് എഴുതിയ കത്തുകൾ ഇതെല്ലാം ക്രോഡീകരിച്ച് അവരെ ഉപയോഗിക്കുമായിരുന്നു. അടുത്തത്, there is no need for more words of scripture after the New Testament because there is a finality to the revelation of God in Christ. ക്രിസ്തുവിനെ കുറിച്ചുള്ള റെവലേഷൻ വന്നതോടുകൂടി അതിൻ്റെ ഫൈനൽ റെവലേഷൻ വന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇനി പുതിയതായിട്ട് ഒന്നും നമുക്ക് ലഭിക്കേണ്ടതായിട്ട് ഇല്ല. അടുത്തത്, അതോറിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ. നമുക്ക് നോക്കാം. അതോറിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ. ഓൾ ദ വേർഡ്സ് ഇൻ ദ സ്ക്രിപ്ചർ ആർ ഗോഡ്സ് വേർഡ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ടു ഡിസ്ബിലീവ് ഓർ ഡിസൊബേ എനി വേർഡ് ഓഫ് സ്ക്രിപ്ചർ ഈസ് ടു ഡിസ്ബിലീവ് ഓർ ഡിസൊബേ ഗോഡ്. അപ്പോൾ അതിനർത്ഥം എന്താ? ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ എന്നുള്ളത് കൊണ്ട് ബൈബിളിൽ ഏതെങ്കിലും ഒരു വചനത്തെ നിങ്ങൾ അവിശ്വസിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്താൽ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത് പോലെയാണ്, ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്ന പോലെയാണ്. ദാറ്റ്സ് ദ അതോറിറ്റി ഓഫ് ദ ബൈബിൾ. ഓക്കെ, അപ്പോൾ ബൈബിൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനെ ഡിസ്ബിലീവ് ചെയ്യാൻ പാടില്ല. ബൈബിൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനെ ഡിസൊബേ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഡിസൊബേ ചെയ്യുകയോ ഡിസ്ബിലീവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ഡിസ്ബിലീവിങ് ഗോഡ്. കാരണം ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ളതിനാൽ ഇറ്റ് ഹാസ് അതോറിറ്റി ഓവർ അസ്. ഇത് ഞാൻ വളരെ ചെറുപ്പത്തിൽ, അതായത് വിശ്വാസത്തിൽ വന്ന അന്ന് പഠിച്ച ഒരു പാഠമാണ്. നമ്മൾ ആരോട് സംസാരിച്ചാലും എത്ര തർക്കത്തിൽ ഏർപ്പെട്ടാലും നമ്മുടെ യുക്തി കൊണ്ട് തർക്കിക്കരുത്, വചനത്തിലുണ്ടോ എന്ന് നോക്കി മാത്രമേ കാരണം സംസാരിക്കാവൂ. കാരണം the word of God cannot be disbelieved, it cannot be disobeyed. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ബൈബിളിൽ പറയുന്ന കാര്യം നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, നോ പ്രോബ്ലം. പക്ഷേ നമുക്കതിനെ തർക്കിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് വാട്ട്സ് റിട്ടൺ ഇൻ ദ ബൈബിൾ ഈസ് ഫൈനൽ. നെവർ റേസ് എ ഇൻ്റലക്ച്വൽ ക്വസ്റ്റ്യൻ ടു ദ ബൈബിൾ, ബട്ട് ലോജിക്കൽ ക്വസ്റ്റ്യൻ യു ക്യാൻ റേസ്. അതായത് ഫോർ എക്സാമ്പിൾ, ദൈവത്തിൻ്റെ ഒരു നീതിയെക്കുറിച്ച് പറയുമ്പോൾ വാട്ട് ഈസ് ദ ലോജിക്? ലോജിക്കിനെ കുറിച്ച് പറയാം, ബിക്കോസ് ബൈബിൾ ഈസ് എ ലോജിക്കൽ ബുക്ക്. ബട്ട് ഇൻ്റലക്ച്വൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കുന്നറിയോ? അപ്പോൾ പിന്നെ മനുഷ്യന് സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ പിന്നെ മനുഷ്യനെക്കുറിച്ച് എങ്ങനെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ആൻ ആൻസർ, ബിക്കോസ് ബൈബിൾ ഈസ് റിട്ടൺ ഇൻ എ ഗോഡ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ ഗോഡ്സ് പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ ലോജിക്ക് കറക്റ്റ് ആണെന്ന് മാത്രം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ ബൈബിൾ ഈസ് ലോജിക്കലി അറേഞ്ച്ഡ് ആൻഡ് ദർ ഈസ് എ ലോജിക്കലി എക്സ്പ്ലെയിനബിൾ ആംഗിൾ ടു ഓൾ പാർട്സ് ഓഫ് ദി ബൈബിൾ. അപ്പം മാനുഷികമായ രീതിയിൽ നമുക്കതിനെ ഡിസൊബേ ചെയ്യാനോ ഡിസ്ബിലീവ് ചെയ്യാനോ അധികാരമില്ല. ഇതിൻ്റെ റെഫറൻസ് ഈ ബുക്കിലുണ്ട്. 2 തിമോത്തിയോസ് 3:16-17 നമുക്കറിയാവുന്ന വാക്യമാണത്. സ്ക്രിപ്ചർ ഈസ് സെൽഫ് അറ്റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ഇത് ദൈവവചനമാണെന്നുള്ള അറ്റസ്റ്റേഷൻ ഈ പുസ്തകത്തിനകത്ത് തന്നെ ഉണ്ട്. All the words in the scripture are God's words because this is what the Bible claims for itself, and because we are convinced by the Holy Spirit that the Bible is the word as we read it. God's words cannot be proved by appeal to any higher authority. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇൻ്റലക്ച്വൽ ആർഗ്യുമെൻ്റ് വെച്ച് ഇതിനെ നിരസിക്കാൻ സാധിക്കുകയില്ല. ബൈബിൾ തന്നെ പറയുന്നത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാണ്, എന്നോട് ദൈവം സംസാരിച്ചു, നിങ്ങളെല്ലാവരും ഇത് വിശ്വസിക്കണം, നിങ്ങളെല്ലാവരും ഇന്ന് 11 മണിയാകുമ്പോൾ 5 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന്
പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് എന്നോട് സംസാരിച്ചു. നിങ്ങൾക്കത് വിശ്വസിക്കണമെന്ന് യാതൊരു ബാധ്യതയില്ല. കാരണം എന്താ? ഇതെനിക്ക് പക്ഷെ ബൈബിള് പറയുമ്പം അത് ബൈബിളിൽ നിന്ന് വെളിയിൽ നിന്നുള്ളൊരു അറ്റസ്റ്റേഷൻ്റെ ആവശ്യമില്ല. ബൈബിൾ മാത്രം പറഞ്ഞാൽ ഓക്കെ. ഞാൻ പറയുമ്പം വെളിയിൽ നിന്നൊരു അറ്റസ്റ്റേഷൻ വേണം. ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ. ഓക്കെ, അല്ല 2-3 പേർ അതുപോലെ തന്നെ വിശ്വസ്തരും അനുസരിക്കുന്നതുമായ 2-3 പേര് ദർശനം കണ്ടാൽ ഓക്കെ. ടെസ്റ്റിമണി വേണം, അല്ലേ? എക്സ്ട്രാ അറ്റസ്റ്റേഷൻ വേണം. എന്നാൽ ബൈബിളിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ ഒരു അറ്റസ്റ്റേഷൻ നമുക്ക്, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ, ആവശ്യമില്ല. കാരണം വൺസ് ദ ബൈബിൾ സ്പീക്സ് ഇറ്റ് സ്പീക്സ്. അത് മുകളിൽ പോയി വേറൊരു എൻക്വയറി നടത്തേണ്ട കാര്യമില്ല. എന്നാൽ ഒരു പ്രവചനം കേട്ടാലോ ഒരു ആലോചന കേട്ടാലോ അത് വേണ്ട. കാരണം അതിന് മുകളിൽ എന്ത് വേണം? മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇപ്പോൾ ഒരു പ്രവചനം കേട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഒരു അറ്റസ്റ്റേഷൻ ബൈബിൾ ഇല്ലെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Scripture in the original manuscripts does not affirm anything that is contrary to fact. അതായത് ബൈബിൾ എല്ലാ സത്യങ്ങളും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമില്ല. ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? ബൈബിൾ എന്താ പറയുന്നത്? സൂര്യൻ ഭൂമിക്ക് ചുറ്റും പോവാണോ ഭൂമി സൂര്യന് ചുറ്റും പോകണോ? ബൈബിൾ എന്താ പറയുന്നത്? ബൈബിൾ ഒന്നും പറയുന്നത് ബൈബിളിന്റെ വിഷയമല്ല അത്. The scripture does not tell you everything about nature, everything about science. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിൽ മോശ എഴുതുകയാണ്, ഭൂമി ഉരുണ്ടതാണ്, നമ്മളൊരു ഉരുണ്ട ഗ്ലോബിന് മുകളിലൂടെയാണ് നടക്കുന്നത്, ഈ ഗ്ലോബ് സൂര്യന് ചുറ്റി പോയിക്കൊണ്ടിരിക്കുക എന്ന് എഴുതിയായിരുന്നെങ്കിൽ അവിടെ ഒരു മനുഷ്യനും അത് വിശ്വസിക്കുമായിരുന്നു ആരെങ്കിലും? അപ്പം മോശ എന്ത് ചെയ്യേണ്ടി വന്നേനെ? അതിൻ്റെ ഫിസിക്സും കൂടെ എഴുതേണ്ടി വന്നേനെ, ഫോർമുല എഴുതേണ്ടി വന്നേനെ. ഇപ്പോൾ ബൈബിൾ എങ്ങനെ ഇരുന്നേനെ? ബൈബിൾ ഒരു സയൻസ് പുസ്തകം പോലെ ഇരുന്നേനെ, ഒരിക്കലും തീരത്തില്ലായിരുന്നു. അപ്പോൾ ബൈബിൾ എങ്ങനെ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൽ ഭൂമി ഉരുണ്ടതാന്ന് പരന്നാന്ന് എഴുതിയാൽ എനിക്ക് വിഷമമില്ല. കാരണം എന്താണെന്നറിയോ? അന്നത്തെ ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി അത് എഴുതിയേക്കുന്നത്. ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പം എല്ലാ മനുഷ്യരും പറയുന്ന ഒരു കാര്യമാണ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചിട്ടില്ലേ? വേർ ഡസ് ദ സൺ റൈസ്? ശരിയാണോ? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നുണ്ടോ ശരിക്കും? ഉണ്ടോ ഇല്ലയോ? പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾ കാണുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മളെല്ലാ ശാസ്ത്രം നോക്കിയാണോ പറയുന്നത്? അല്ല. അപ്പോൾ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി നമ്മൾ ശാസ്ത്രം നോക്കേണ്ട കാര്യമില്ല. നമ്മളെ സന്ദേശം കൊടുക്കുമ്പോൾ അന്നത്തെ ജനങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നോ, അതിൽ ദൈവത്തെക്കുറിച്ച് എന്ത് അറിയണമോ അത് വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ടാണ് ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്ന് ബൈബിളിൽ എഴുതാത്തത്. എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. അതിനെയാണ് ഇതിനകത്ത് തെറ്റില്ല എന്ന് പറയുന്നത്. ബൈബിൾ എന്തിനെക്കുറിച്ചെങ്കിലും ഒരു കാര്യം ആധികാരികമായി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ. There is no error in the Bible. മനസ്സിലാകുന്നുണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഭൂമി പരന്നതാണെന്ന്? ഇല്ല. അത് എഴുതാത്തതിൻ്റെ കാരണം അത് പറയേണ്ട കാര്യമില്ല. അന്ന് ആൾക്കാർ വിചാരിച്ചോണ്ടിരുന്നേ ഡിസ്ക് പോലാന്ന് വിചാരിക്കുന്നവരുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ബൈബിളിൽ ഗ്ലോബാന്നുള്ളതിന് സൂചനകളുണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ വ്യക്തമാക്കുന്നില്ല. എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ അത്രയും ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കിയാണ്. So the purpose of the Bible is to reveal God. It is not to reveal the science. It is to reveal God. അതുകൊണ്ട് സയൻസ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ തീരില്ല. So never seek scientific facts in the Bible. Only seek God in the Bible. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ബൈബിൾ എന്തെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ട്രൂത്ത് ആയിരിക്കും. Any error when Bible makes a statement, it will always be completely true. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. അത് അടുത്ത വാക്യം ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. The Bible still speaks in ordinary
എവരിഡേ സ്പീച്ച്, നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്ന ഓർഡിനറി ലാംഗ്വേജ്, എവരിഡേ സ്പീച്ച്, എല്ലാ ദിവസവും സംസാരിക്കുന്ന അതേ ഭാഷയിലാണ് ബൈബിൾ നമ്മോട് സംസാരിക്കുന്നത്. ഇൻക്ലൂഡ്സ് ലൂസ് ഓർ ഫ്രീ കൊട്ടേഷൻസ് ആൻഡ് ഹാസ് അൺയൂഷ്വൽ ഓർ അൺകോമൺ ഗ്രമാറ്റിക്കൽ കൺസ്ട്രക്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന രീതിയിൽ കൊട്ടേഷൻസ് വെച്ചും ലൂസായിട്ടുള്ള കൊട്ടേഷൻ ഉപയോഗിച്ചും, ലൂസായിട്ടുള്ള കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കൊട്ടേഷനൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് ആവത്തില്ലല്ലോ, അതിന് ലൂസ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബൈബിൾ ഒരു സാമാന്യ മനുഷ്യൻ എങ്ങനെ സംസാരിക്കുന്നു അതേ രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം ഈ ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇൻ്റലക്ച്വൽസിനുള്ളതല്ല, സ്കോളേഴ്സിനുള്ളതല്ല. പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, പബ്ലിക്കൻസ്, ഒരു അക്ഷരം പോലും പഠിക്കാത്തവർക്ക് പോലും ഇത് കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ. ഇപ്പോൾ ബൈബിളിൻ്റെ റെവലേഷൻ, ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷൻ, സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്നത് നല്ല സ്കോളേഴ്സിനുള്ളതല്ല, ഭക്തന്മാർക്കുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഡിസ്റ്റിങ്ഷൻ വി ഹാവ് ടു മേക്ക്. ഭക്തന്മാർക്ക് ചിലപ്പോൾ നല്ല ബുദ്ധിയൊന്നും ഉണ്ടാവില്ല, വലിയ ഇൻ്റലക്ച്വലി അക്ലൈംഡ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ് അർത്ഥം. ഓക്കെ, കർത്താവ് പറയുന്ന ഉപമകൾ അങ്ങനെയല്ലേ, ഏറ്റവും ലളിതമായ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഈ ഉപമകൾ അവതരിപ്പിക്കുന്നത്. ഇനി അടുത്തത് ദ ക്ലാരിറ്റി, നെസസിറ്റി ആൻഡ് സഫിഷ്യൻസി ഓഫ് ദ ബൈബിൾ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ അതോറിറ്റി ഓഫ് ദ ബൈബിളിന്റെ ഇൻസ്പിരേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇൻസ്പിരേഷൻ ഓഫ് ദ ബൈബിൾ നമുക്ക് ദ ക്ലാരിറ്റി, നെസസിറ്റി ആൻഡ് സഫിഷ്യൻസി ഓഫ് ദ ബൈബിൾ. ഒന്നാമത്തെ, നിങ്ങൾ ഈ നോട്ട്സ് നോക്കണേ, നോട്ട്സ് ഫോളോ ചെയ്യണേ. ഓക്കെ, ദ ക്ലാരിറ്റി ഓഫ് സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ അതിനെ പെർസ്പിക്യൂറ്റി എന്നാണ് പറയുന്നത്. പെർസ്പിക്യൂറ്റി ഓഫ് ദ ബൈബിൾ, ക്ലിയർ. ഓക്കെ, ഈസ് റിട്ടൺ ഇൻ സച്ച് എ വേ that its teachings are able to be understood by all who will read, seeking God's help and being willing to follow it. അനുസരിക്കാനുള്ള ആഗ്രഹത്തോടെ ആരിത് വായിക്കുന്നോ അവർക്കെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ആ ധനവാനായ മനുഷ്യൻ അനുകരിക്കാൻ പറ്റും. ആ ധനവാൻ യേശു പറഞ്ഞ് മനസ്സിലായോ? മനസ്സിലായി. സിമ്പിളാണ്. കർത്താവ് ഒരു കഥ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് അവനൊരു ഡോക്ടറേറ്റ് എടുത്തേ, പക്ഷെ പറ്റത്തില്ല. അത് ഈ നമ്മളോട് പറയുന്ന കാര്യം മനസ്സിലായില്ലായിരുന്നെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ തിയറി ചെയ്താൽ മിക്കവാറും മതങ്ങളിലുള്ള സംഭവം ഭയങ്കര ഫിലോസഫി ആയിരുന്നു. അത് നമ്മളോട് എന്താ പറയുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച പിന്നെ അതിനെക്കുറിച്ച് ഒരു ഫിലോസഫി ഗ്രന്ഥം എഴുതാം. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല, ഇത് അഞ്ചിൻ്റെ വിധമാണ്. കാരണം സിമ്പിളായിട്ട് സംസാരിക്കാൻ കുഴപ്പം അത് ഭീകരമാണ്. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കും, അതിന് നമുക്ക് വെച്ചോണ്ടിരുന്ന് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനാണ്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടില്ല എങ്ങനെ പറയുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വെച്ചോണ്ടിരിക്കാന്നല്ലോ. പക്ഷെ ബൈബിൾ ലളിതമായി വെച്ചിരിക്കുന്നത് കൊണ്ട് അത് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല, അപ്പൊ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്നെ അനുകരിക്കാം, മനസ്സിലാക്കാൻ ഒന്നുമില്ല, എല്ലാവരുടെ കൂടെ പോയാലും. പക്ഷെ അതിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചുകൊണ്ട് നമുക്ക് കയറുക. അപ്പോൾ ബൈബിൾ ഡിമാൻഡ്സ് റെഡി ഒബീഡിയൻസ്. ഈ റെഡി ഒബീഡിയൻസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ക്ലിയർ ആയിട്ട് അവരോട് പറയണം, അല്ലേ? അപ്പൊ ക്ലാരിറ്റി എന്ന് പറയുന്നത് ബൈബിളിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ബൈബിൾ സ്പീക്സ് ക്ലിയർലി ടു എവരിവൺ ഹു വാണ്ട്സ് ടു റീഡ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഒബേ ഇറ്റ്. അടുത്തത്, understanding scripture rightly is a moral and spiritual than intellectual ability. അപ്പോൾ ഇതൊരു മോറൽ ആൻഡ് സ്പിരിച്വൽ എബിലിറ്റിയാണ്. നമുക്കിത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ടല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിയല്ല വേണ്ടത്, ആത്മീകമായി തുറന്ന കണ്ണുകളാണ് വേണ്ടത്. റോമാലേഖനം പഠിക്കാൻ നമുക്ക് ഇൻ്റലിജൻസോ ലോജിക്കോ അല്ല വേണ്ടത്. റോമാലേഖനം പഠിക്കാൻ നമുക്ക് ഹമ്പിളായിട്ടുള്ളൊരു ഹൃദയമാണ് വേണ്ടത്. പാപബോധമുള്ള, എനിക്ക് കർത്താവിനെ വേണമെന്ന് ആഗ്രഹമുള്ള ഒരു ഹൃദയമാണ് ശരിക്കും റോമാലേഖനം പഠിക്കാൻ, ഏത് ലേഖനം പഠിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് ദോസ് ഹു ആർ സ്പിരിച്വലി ഓപ്പൺ, സ്പിരിച്വലി സെൻസിബിൾ, അവർക്ക് മാത്രമേ വചനം മനസ്സിലാവുള്ളൂ. കർത്താവ് ഈ വചനം പഠിപ്പിക്കാൻ നേരത്ത് തിരഞ്ഞെടുത്ത ആരെയാണ്? പണ്ഡിതന്മാരെയാണോ? അല്ല, സിമ്പിൾ ആൾക്കാരെ. ഈ രജനീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇന്ത്യയിൽ, ഓഷോ രജനീഷ്, കേട്ടിട്ടുണ്ടോ? മഹാസൂത്രക്കാരനായിരുന്നു. ഈ ഓഷോ രജനീഷ് പറഞ്ഞതാണ്,
ഞാൻ ബൈബിളൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ വലിയ ബുദ്ധിയെ തൃപ്തിപ്പെടുത്താൻ മാത്രം ഒന്നും അതിനകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു മനസ്സിലായി വിട്ടു. ഇവർക്കത് പോരാ. ഇവർക്ക് ഈ ബ്രെയിനകത്തോട്ട് എന്തെങ്കിലും ഫീൽ ചെയ്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് തിയറികൾ ഉണ്ടാക്കണം. അങ്ങനെ ചില ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ അവർക്കത് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് പല പല ആശയങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് തത്വമസി, യു ആർ ദാറ്റ്, നീ തന്നെയാണ് ഇതിനെക്കുറിച്ച് എന്നാ വേണം പറയാം. അങ്ങനെ ആലോചിച്ച് അവർക്ക് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തു. അപ്പം രജനീഷ് പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാനും ബുദ്ധി കൊണ്ട് കാര്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒന്നും ഇല്ലെന്ന്. അത് നമുക്ക് വലിയ അഭിമാനമാണ്. കാരണം എന്താ, ഏതാൾക്ക് വായിച്ചാലും സ്ക്രിപ്ചർ സ്പീച്ച് ടു us clearly all the time. അടുത്തത് necessity of the scripture. The Bible is necessary for knowledge of the gospel and maintaining spiritual life and certain knowledge of God's will. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ ആത്മാവ് പഠിപ്പിച്ചോളില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലേ? അതുകൊണ്ട് ബൈബിൾ തുറന്നു നോക്കിയാലും കുഴപ്പമില്ല, ആത്മാവ് പഠിപ്പിച്ചോളുമല്ലോ. ഇതിൻ്റെ മിസ്റ്റേക്ക് എന്താ നിങ്ങൾക്ക് പറയാം? ബൈബിൾ കയ്യിലില്ലാതെ ആത്മാവിനെ പഠിപ്പിക്കാൻ വരെ ആർക്കില്ല പറയാണെങ്കിൽ അവർക്ക് ചോക്ലേറ്റ് കിട്ടുന്നത്. അല്ല, അങ്ങനെ അല്ലാതെ വേണ്ട ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് പറഞ്ഞു തരാമല്ലോ. ഇപ്പം അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ആ, എക്സാക്ട്. അതായത് ഈ ആത്മാവാണോ പറയുന്നത്, നമ്മുടെ സോളാണോ പറയുന്നത്, നമ്മുടെ വികാരങ്ങളാണെന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ബൈബിൾ സർവ്വമായിട്ട് മനസ്സിലാക്കിയ അത് ഒരു വാളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ഇത് വേർതിരിക്കാൻ പറ്റുള്ളൂ. ഏതാണ് ആത്മാവിൻ്റേത്, ഏതാണ് സോളിൻ്റേത്. അപ്പോൾ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടണമെങ്കിൽ വി നീഡ് ടു ബി തറോ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ബൈബിൾ ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ഗോഡ്. കാരണം ആത്മാവ് പറഞ്ഞു പല ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഇത് കർത്താവാണ് ഇങ്ങനെ പറയുമോ? ഇല്ല. കർത്താവുമായിട്ട് ബന്ധം പോലും ഇല്ലാത്ത എത്രയോ കാര്യങ്ങളാണ് ആത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പാസ്റ്റർമാർ തട്ടിവിടുന്നത്. നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ മാനിക്കുന്ന ദൈവം. മാനം ഇല്ലെങ്കിൽ എന്നാ കുഴപ്പം? എന്താ കുഴപ്പം? കർത്താവാണ് എങ്ങനെ പറയുമോ? നിന്ന സഹിക്കാൻ എൻ്റെ കൂടെ ഇറങ്ങി വരാനേ പറയുള്ളൂ. എന്താ സംഭവിച്ചത്? ഈ പറയുന്ന ആൾക്കാർ കേൾക്കുന്ന എല്ലാം അവരൊന്ന് വിറപ്പിച്ച് പറയുമ്പോഴേക്കും ഇതെല്ലാം ദൈവാത്മാവ് ചെയ്തു. അപ്പോൾ വചനം ഈസ് എസെൻഷ്യൽ എന്ന് പറയാനുള്ള കാരണം നമ്മൾ അവിടെ ഇവിടെയും കുറച്ച് ബൈബിൾ വായിച്ചാൽ മാത്രം പോരാ. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡോക്ട്രിൻസ് കറക്റ്റ്. എങ്കിൽ മാത്രമേ നമുക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കാനുള്ള അറിവുണ്ടാവുകയുള്ളൂ. വി നീഡ് ടു നോ ദ ഫണ്ടമെന്റൽസ് ഓഫ് ദ ബൈബിൾ സോ ദാറ്റ് വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് ഗോഡ് ആൻഡ് വാട്ട് കംസ് ഫ്രം ഫോൾട്ട്. ഓക്കെ, ഇത് മിക്കവാറും പ്രവചനങ്ങളെല്ലാം സോളിൽ നിന്ന് വരുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രവചിക്കുമെന്ന് വിചാരിച്ചു, പെട്ടെന്ന് ഇവിടെ എനിക്ക് കൺട്രോൾ പോയി, ഞാൻ ഉന്മാദത്തിലായി. ഉടനെ ഞാൻ പ്രവചിക്കുകയാണ്. ആരെക്കുറിച്ച് പ്രവചിക്കുന്നറിയാം? ഇപ്പോൾ സിബിയെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചോ. സിബിയെക്കുറിച്ച് പ്രവചിക്കാൻ പോണേ. ഉന്മാദത്തോട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ മെയിൻ ബുദ്ധി ഓഫായി. സബ് കോൺഷ്യസ് മൈൻഡിൽ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. അതാ വെളിയിലോട്ട് വരുന്നത്. നിന്നെ മാനിക്കുന്ന ദൈവം. കാരണം എൻ്റെ ഉള്ളിൽ ഈ മാനം ആഗ്രഹമാണ്. അപ്പോൾ ഇവനും അത് കിട്ടിക്കോട്ടെ. അപ്പം കാരണം അതാണല്ലോ എൻ്റെ ലൈഫ്. നിന്റെ ഭാവിയെ തടയുന്നു പോരാട്ടം. കാരണം എനിക്കറിയാം സ്ഥിതി എന്താ തിരിച്ച് കുറച്ചൊക്കെ അറിയാം. ഇത് അറിഞ്ഞില്ലെങ്കിൽ എല്ലാ മനുഷ്യനും കുറെ കോമൺ പ്രശ്നം. എന്റെ മനസ്സിന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന കോമൺ പ്രശ്നമാണ് ഇതിലോട്ട്. ഇത് വേറെ പലർക്കും കൊടുക്കണം. നിന്നെ കർത്താവ് അനുഭവിക്കും, നിന്നെ മാനിക്കും. ഇതെല്ലാം വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ്. കർത്താവ് ഒരിക്കലും ആ ഭാഷ അല്ല ഉപയോഗിക്കുന്നത്. പുതിയ നിയമത്തിൽ എവിടെയാണ് ഒരാളുടെ പേഴ്സണൽ ബ്ലെസ്സിങ് ഒരു വിഷയമാകുന്നത്? ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ സബ്ജക്റ്റ്. ഈ ലോകത്തിൻ്റെ ഒരു അനുഗ്രഹം പുതിയ നിയമത്തിൻ്റെ ഒരു വിഷയമേ അല്ല. അപ്പോൾ വചനം ശരിക്കും മനസ്സിലായെങ്കിലേ നമുക്ക് ഒരാൾ പ്രവചിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അത് ദൈവവചനമാണോ ദൈവമാണോ ഇത് പറയുന്നത് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫോർ ദാറ്റ്
the word of God is necessary. ഓക്കെ, അടുത്തത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ ചുറ്റും ദൈവം സൃഷ്ടിച്ച ആളുകൾ, അവരോടുള്ള കറക്റ്റ് മനോഭാവം നമുക്ക് വേണമെങ്കിൽ നമുക്ക് വചനം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ വചനം അറിഞ്ഞിരിക്കണം. അടുത്തത് നോളജ് ഓഫ് ഗോഡ് ആൻഡ് കം, ജനറൽ റെവലേഷൻ ആൻഡ് സ്പെഷ്യൽ റെവലേഷൻ. ഇതിനെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ചുറ്റുമുള്ള പ്രപഞ്ചത്തെ നോക്കുമ്പോൾ ദൈവമാണ് സൃഷ്ടിച്ചത്, അക്നോളജ്മെന്റ് അല്ലേ? അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ അതിനകത്ത് കാണും. നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആൾക്കാർ ദൈവമാണ് അവരുടെ. ഇപ്പൊ കർണാടകയില് സുവിശേഷം ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ സഹോദരിയെ സുവിശേഷ വിരോധികൾ ആക്രമിച്ചോണ്ട് തലയ്ക്ക് തല്ലി അടിച്ച് നിരത്തിട്ടു. അവർ രക്തമൊഴുകി അവിടെ കിടക്കും. ആര് പറഞ്ഞു വിട്ടതാ? ആരാ പറഞ്ഞു വിട്ടെ? ആരാ പറഞ്ഞു വിട്ടെ? പറഞ്ഞു വിട്ടതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ദൈവം അനുവദിച്ചിട്ടും ദൈവം അതിനകത്ത് നന്മ മുന്നിൽ കണ്ടിട്ടുവാ. എന്താ നന്മ? ഈ അടി കൊണ്ട് ആവശ്യമായിരിക്കും. സുധാര സിസ്റ്ററോട് ഞാൻ സംസാരിച്ചപ്പോഴോട് പറഞ്ഞത് ശരീരത്തിൻ്റെ വേദന മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ദൈവം തന്നൊരു ഗിഫ്റ്റായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു മരണത്തെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ദേ ആർ ബീങ് സാങ്ക്ടിഫൈഡ് ബൈ ദ പെർസിക്യൂഷൻ. അപ്പൊ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും, എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് അറിയാൻ ഈ ദൈവം വളരെ നമുക്ക് അത്യാവശ്യം. അപ്പൊ ഈ അടിക്കാൻ വന്ന ആൾക്കാരുടെ വൈരാഗ്യം ഉള്ളിൽ നിന്ന്. കാരണം എന്താണ്? ഈ വക കഷ്ടങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ദൈവരാജ്യം. അപ്പൊ when we understand the sovereignty of God, നിങ്ങൾ നാളെ മിഷൻ ഫീൽഡിൽ പോകുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന പെർസിക്യൂഷൻ കേട്ടത് എല്ലാം അത് ദൈവം നമുക്ക് തരുന്നതെന്നുള്ള ഒരു അക്നോളജ്മെന്റ്, ആ സോവറിറ്റി ഓഫ് ഗോഡ് നമുക്ക് മനസ്സിലാകുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ ഗിഫ്റ്റ്. ദാറ്റ് ഇസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പോൾ എല്ലാറ്റിനും ദൈവത്തിൻ്റെ സോവറിറ്റി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അപ്പോൾ ദൈവത്തിൻ്റെ പർപ്പസ്, നമ്മുടെ ചുറ്റുമുള്ള സൃഷ്ടിയെക്കുറിച്ചുള്ള, നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് നമ്മൾ അറിയുവാൻ ഇത് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ജനറൽ റെവലേഷൻ. ഈ ജനറൽ റെവലേഷൻ എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാപബോധം, നമുക്ക് സാമാന്യമായ പാപബോധം, മനസാക്ഷിയിലുള്ള പാപബോധം, ദൈവം എല്ലാത്തിനും മുകളിൽ ഉണ്ടെന്നുള്ള ബോധം, ഇതൊക്കെ ജനറൽ റെവലേഷന്റെ ഭാഗമാണ്. എന്നാൽ സ്പെഷ്യൽ റെവലേഷൻ വരുമ്പോൾ ക്രിസ്തുവിലൂടെ ദൈവം അവനെ വെളിപ്പെടുത്തുന്നത് എങ്ങനെ, ആ റെവലേഷനാണ് നമ്മൾ സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറയുന്നത്. ബൈബിളിൽ മുഴുവനുള്ളത് എന്താണ്? സ്പെഷ്യൽ റെവലേഷനാണ്. ജനറൽ റെവലേഷൻ ഒന്ന് എവിടെ നിന്ന് കിട്ടുന്നത്? നമ്മുടെ കാഴ്ചയിൽ നിന്നും നമ്മുടെ ഒബ്സർവേഷനിൽ നിന്നും. ഓക്കെ, നമ്മളെ സഹായിക്കാൻ ദൈവമുണ്ട് എന്നുള്ളത്, നമ്മളെ സഹായിക്കാൻ ദൈവമുണ്ടെന്നുള്ളത് ജനറൽ റെവലേഷനാണ്. എന്നാൽ അതിലൂടെ നമുക്ക് ആത്മീകമായ ആനന്ദം അനുഭവിക്കത്തക്ക രീതിയിൽ അത് ആ അറിവ് മാറുന്നത് സ്പെഷ്യലായിട്ട് നമ്മൾ കർത്താവിനെ വ്യക്തിപരമായി അറിയുന്നത് കൊണ്ടാണ്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? പക്ഷെ ഈ ജനറൽ റെവലേഷൻ്റെ ഒരു പ്രത്യേകത, അതുകൊണ്ട് രക്ഷ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ജനറൽ റെവലേഷൻ മാത്രമേ ഉള്ളൂ. ഈ ജനറൽ റെവലേഷൻ മാത്രം ഉള്ളതുകൊണ്ട് രക്ഷയ്ക്ക് ഉതകുന്നതൊന്നും പഠിപ്പിക്കാൻ സഭകൾക്ക് സാധിക്കുന്നില്ല. ഇത് ശരിക്കും ഒരു വൈറസാണ്. കോവിഡ് പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് മുതൽ എനിക്ക് കോവിഡ് വേണ്ട എന്നും പറഞ്ഞ് എനിക്ക് കോവിഡ് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? ഇല്ല. ആ വൈറസ് ഉള്ളിൽ കയറി ഒന്ന് നമ്മളെ കൊണ്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ആ വൈറസ് കുറേ കഴിയുമ്പോൾ തന്നെ പോകും. അതിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞേ പോകുള്ളൂ. ഇതുപോലെ ഇന്ന് ക്രിസ്ത്യാനിറ്റിയെ ബാധിച്ചിരിക്കുന്നൊരു വൈറസാണ് ചർച്ചസ് വിച്ച് ആർ ഫോക്കസിങ് ഓൺലി ഓൺ ജനറൽ റെവലേഷൻ. ഈ ജനറൽ റെവലേഷൻ്റെ പ്രത്യേകത, ആ ജനറൽ റെവലേഷനിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ചർച്ചിന് ഒരിക്കലും രക്ഷയെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിയിലായിരുന്നപ്പോൾ ഒരു ചർച്ചിൽ, ഏത് ചർച്ചെന്ന് പറഞ്ഞാൽ 5-6 ചർച്ച പ്രസംഗിച്ചു. അതിലൊരു ചർച്ചിൽ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞു,
നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറ, രക്ഷക്കായിട്ട് നന്ദി പറ. വിടുതലിന്റെ വിഷയമൊക്കെ പിന്നെ പറയാം, അത് പിന്നെ പറഞ്ഞോ. പക്ഷെ സഭയിൽ എല്ലാവരും കൂടി വരുമ്പം കർത്താവ് നമ്മളെ രക്ഷിച്ചതിന് നന്ദി എന്ന് പറ. നിസ്സാര കാര്യമല്ലേ ഉള്ളൂ. ആരും പറഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം ഞാൻ അത് തന്നെ ആവർത്തിച്ചു. പിന്നെയും വർഷിപ്പിന്റെ സമയം വരുമ്പം നമ്മുടെ നടുവിലിറങ്ങി വരുന്ന ദൈവം, അത് മാത്രമേ ഉള്ളൂ. അവർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് മിണ്ടാൻ പറ്റുന്നില്ല. 5 ദിവസമായി മിണ്ടാൻ പറ്റുന്നില്ല. ഞാൻ ഇത് തന്നെ ആവർത്തിക്കുക. 5 ദിവസമായപ്പോൾ ഞാൻ മടുത്തു. ഞാൻ ഈ പറയുന്ന മുഴുവൻ വെറുതെ ആണോ എന്ന് എനിക്ക് തോന്നുവാൻ. 5 ദിവസം കഴിഞ്ഞ് ഞാൻ ആ ചെയറില് മാസ്റ്റർ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് അന്യഭാഷ പറഞ്ഞ ആൾക്കാരെ ഇങ്ങനെ ഉന്മാദത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ കൂടെ കയറ്റി പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ പുറകിരുന്ന് ശരിക്കും പൊട്ടിക്കായി. ആരും കണ്ടില്ല, കാരണം എല്ലാവരും കർത്താവേ അക്ഷരം പോലും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനിത് വാക്കുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് കർത്താവെ സ്വതന്ത്രം പറയാൻ സഭകൾ വിചാരിച്ചാൽ പോലും അവർക്ക്